വരാനിരിക്കുന്ന ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 6% കുറച്ച ഇറക്കുമതി തീരുവ 10% കുറച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിൽ തന്നെയാണ് യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതാനും ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ വെട്ടിക്കുറച്ചേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നത്. രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കമെന്നതാണ് ശ്രദ്ധേയം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചില രാജ്യങ്ങൾ വലിയ തീരുവ ചുമത്തുന്നുണ്ട്. അത്തരം രാജ്യങ്ങൾക്കും തിരിച്ചും അമേരിക്ക വലിയ തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇന്ത്യയെയും ചൈനയെയും ഒക്കെ അദ്ദേഹം പേരെടുത്തു പറയുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന ആളുകൾക്കും രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ്. നമ്മെ ദ്രോഹിച്ചുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ മികച്ചതാക്കാൻ നോക്കുന്നു എന്നായിരുന്നു തിങ്കളാഴ്ച ഫ്ലോറിഡ റീട്രീറ്റിൽ ഹൗസിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മറ്റ് രാജ്യങ്ങളുടെ നേട്ടത്തിനായി നമ്മുടെ പൗരന്മാരുടെ മേൽ നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി വിദേശ രാജ്യങ്ങൾക്കുമേൽ താരിഫുകളും നികുതികളും ചുമത്തുകയാണ് വേണ്ടതെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അമേരിക്കയുമായി വ്യാപാര രംഗത്ത് ഉൾപ്പെടെ ഒരു ഏറ്റുമുട്ടലിന് ഇന്ത്യക്ക് താല്പര്യമില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഏതാനും ഉൽപ്പന്നങ്ങൾക്കെങ്കിലും ഇന്ത്യ തീരുവ കുറയ്ക്കാനാണ് സാധ്യതയെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുകയാണെങ്കിൽ ഉരുക്ക്, വില കൂടിയ മോട്ടോർ സൈക്കിളുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള തീരുവയായിരിക്കും കുറയ്ക്കുക. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വലിയ തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നത്. 20-ലേറെ ഉൽപ്പന്നങ്ങൾക്ക് 100% അധികമാണ് തീരുവ. ഇതേ രീതിയിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് അത് തിരിച്ചടിയാകും. അതേസമയം തീരുവ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ആഭ്യന്തര വിപണിയിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കിയേക്കില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കേന്ദ്ര ബജറ്റിന് ഇനി ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല. മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഘട്ടത്തിൽ വിവിധ മേഖലകൾ പ്രതീക്ഷയോടെ തന്നെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത്. ഇത്തവണത്തെ ബജറ്റിൽ അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തുമോ? സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തുമോ? എന്തിനെല്ലാം വില കുറയും? വില കൂടുന്നവ ഏതെല്ലാം? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉയരുന്നത്. ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തിയേക്കുമെന്ന അഭിപ്രായമാണ് കൂടുതൽ ശക്തം. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനം മധ്യവർഗത്തിന് നൽകുന്ന ആശ്വാസം ചില്ലറയായിരിക്കില്ല. ജനുവരി 31 ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി 31 വെള്ളിയാഴ്ച പ്രസിഡന്റ് ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2 ഭാഗങ്ങളായാണ് ബജറ്റ് സമ്മേളനം നടക്കുന്നത്. ആദ്യ ഭാഗം ജനുവരി 31 ആരംഭിച്ച് ഫെബ്രുവരി 13 അവസാനിക്കും. രണ്ടാം ഭാഗം 2025 മാർച്ച് 10 ആരംഭിച്ച് 2025 ഏപ്രിൽ 4 അവസാനിക്കും.